too handsome in person. ഇവിടെ ശ്രദ്ധിക്കൂ കണ്ട ഡാൻസേഴ്സ് ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ ചോദിച്ചാ നീ ചെയ്യുമ്പോ കിടന്ന് മെഴുകുക. താഴത്തുനിന്ന് എല്ലാരും പറഞ്ഞ അങ്ങോട്ട് കേരളമാണ് കൗതുക ലേശം കൂടുതലാണ്. എനിക്ക് അയ്യോ അങ്ങനത്തെ തലച്ചോറ് പ്രവർത്തിക്കേ വേണ്ട. ആർക്കൊന്നും പറ്റില്ല. അതല്ല വധൂവരന്മാർ ആദ്യമായി കഴിക്കുന്നത്. ഞാൻ അങ്ങനെ ചിന്തിക്കണം. അല്ലല്ല ഇത് ഞാൻ നേരത്തെ അത് ചോദിച്ചപ്പോഴാ പിന്നെ ഞാൻ ആലോചിച്ച പോലീസുകാർ മാത്രമല്ലല്ലോ പറയുമ്പോൾ ഉള്ളിലൊരു ഇതിനൊക്കെ വന്നിരുന്നല്ലോ. ഉദാഹരണങ്ങൾ കൊടുത്ത് അങ്ങനെ ഇൻജെക്ട് ചെയ്യാൻ ഞങ്ങൾ ശരിക്കും ഇങ്ങനെ അല്ല, ഞങ്ങൾ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ഉള്ള ആളുകളാണ്. പക്ഷെ ഇത് എന്റർടൈൻമെന്റ് അവാർഡ് ആയതുകൊണ്ട് അയ്യോ ഇവനെ പോലെ അല്ലാട്ടോ ഞാൻ ഒറ്റയ്ക്ക് ജാമ്യം എടുത്തോളാം. ഗെയിം ഓഫ് ഫാൻസീസ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ഗെയിം സെക്ഷനിൽ നമുക്കൊപ്പം ഉള്ളത് നമ്മുടെ സ്വന്തം ഷെന്നിക. ഞാൻ ഷെയ്നെ ഇങ്ങനെ നോക്കരുത്, ഇങ്ങനെ വായ നോക്കിയിരിക്കരുത്. ഓപ്പൺ ആയിട്ട് അതുകൊണ്ടല്ല ഷെയ്ൻ ടു ഹാൻസം പേഴ്സൺ. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ, എന്തൊരു ചൈതന്യം. എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇരിക്കുന്ന പാമ്പും കൂണിയും കണ്ടല്ലോ, പിന്നെ കളിച്ചിട്ടുണ്ടല്ലോ. ആകെ അറിയാവുന്ന കളിയാണ്. അതെ, അതുകൊണ്ടാണ് നമ്മൾ ഇത് തന്നെയായത്. ഞങ്ങൾക്കും അതിനുള്ള ബുദ്ധിയില്ല. അപ്പൊ പിന്നെ ഞങ്ങള് ചെസ്സും കൊണ്ടുവരാൻ ഭയങ്കര ആധികാരികമായിട്ട് നമ്മൾ കുറെ നേരം ചിന്തിച്ചൊക്കെ കളിക്കണ്ടത്. അധികം ചിന്തയില്ല. വെറുതെ പാമ്പ് അടിച്ച താഴെ പോവാ, കോണി കയറിയാ മേലെ പോവാ, അത്രേ ഉള്ളൂ. പക്ഷെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ, ഞാനിതില് ഷെയ്ന്റെ ടീംമേറ്റ് അല്ല, ഞാൻ ഇവന്റെ ടീംമേറ്റാ. കുഴപ്പമില്ല, എതിരാളി ഷെയ്ന് സന്തോഷായിരുന്നു. എന്തായാലും ആദ്യത്തെ ചോദ്യം ഞാൻ ചോദിച്ചു തുടങ്ങാം. ഗംഭീര ചോദ്യമാണ് കേട്ടോ. ഫസ്റ്റ് ഡാൻസർ ആയിരുന്ന അല്ലെങ്കിൽ മ്യൂസിക് റിയാലിറ്റി ഷോയിൽ വന്ന് പങ്കെടുത്ത ഷെയ്നുണ്ട്, ഡാൻസ് റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത ഷെയ്നുണ്ട്, അതേപോലെ മൈ ഡിയർ കുട്ടിച്ചാത്തൻ ഇതില് അഭിനയിച്ച ഷെയ്നുണ്ട്. അപ്പൊ ആ ടൈമില് ഓൾറെഡി അബിക്കയുടെ മോനാണ്. ആ സമയത്ത് ഒരു 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 ലൈഫ് സ്റ്റൈൽ ഉണ്ടല്ലോ, എന്തായാലും അബിക്കയുടെ ആ ഒരു ഫോളോ ചെയ്ത ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാവും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കൂ കണ്ട ഡാൻസേഴ്സ് ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ ചോദിച്ചാ നീ ചെയ്യുമ്പോ ധർമ്മേന്ദ്രയുടെ ചില സമയത്ത് തമാശ കേട്ട ചിരിച്ചിട്ട് കഷത്തിന് നീര് വീഴും. അവരോട് അവിടെ നിൽക്കാൻ പറയൂ. ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിൽക്കട്ടെ. അവര് എന്റെ മുമ്പോട്ട് അങ്ങോട്ട് തേരപാല നടക്കുന്ന ശ്രദ്ധ പോവല്ലേ. ഓക്കെ, അപ്പൊ ഷെയ്ൻ ഇനി ഇവിടെയാണ് ഫോക്കസ്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഈ പറയുന്ന പോലെ പാട്ട് അങ്ങനെ ശ്രമിച്ചിട്ടൊന്നുമില്ല ബ്രോ. അത് പോയി പെട്ടതാണ്. താഴത്തുനിന്ന് എല്ലാരും പറഞ്ഞ അങ്ങോട്ട് കേരളമാണ് കൗതുക ലേശം കൂടുതലാണ്. അപ്പൊ 6th ഈ സാധനം അനൗൺസ് ചെയ്യുന്നു. എന്റെ നെയ്ബർ ഒരു ചേച്ചി പോകുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരിയുടെ കൂടെ ചെന്നു. അതായത് ഓൾറെഡി ഉണ്ട്, ഇപ്പൊ പാടാനായിട്ട് പ്ലാനൊക്കെ ഉണ്ട്. പക്ഷെ അതിനെ നമ്മൾ അങ്ങനെ, ഞാൻ പാട്ടുകാരനല്ല, നമുക്ക് സ്വയം തിരിച്ചറിവുള്ളത് കൊണ്ട് തന്നെ നമ്മള് ഒരു വൈബിൽ അങ്ങനെ പോകുന്നു, പാടുന്നു, തിരിച്ചു വരുന്നുള്ള വൈബിൽ തന്നെ പോകണം. നമുക്ക് കിട്ടാൻ യാതൊരു സാധ്യതയില്ല എന്നുള്ള മട്ടിൽ തന്നെ പോകുന്നു. പക്ഷെ ഇത് പറ്റിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടു. എന്നുവെച്ചാൽ എല്ലാ ഓഡീഷൻസും അങ്ങനെ ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നു. നമ്മളപ്പോ ഇത് പുറത്താരും അറിയുന്നില്ല എന്നുള്ള മട്ടില്ല. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ അത്ഭുതത്തോടെ നോക്കി ഇപ്പൊ പാട്ട് പാടും, ഇവനെന്തിനാ അതിന് പോയത് എന്നുള്ള രീതിയിലാണ് നോക്കണം. അപ്പൊ അന്നത്തെ ടെലികാസ്റ്റ് ചെയ്തപ്പോ എന്തായിരുന്നു? പിന്നെ എംബാരസിംഗ് ആണല്ലോ കുറച്ച്. അപ്പൊ ഇപ്പൊ അത് കുറച്ച് ഫണ്ണായിട്ടല്ലേ എടുക്കുന്നത്? അല്ല ഫണ്ണാണ് എല്ലാവർക്കും, എനിക്ക് മാത്രം. അല്ല, ഇപ്പൊ ആ സമയത്തൊക്കെ ഈ പറയുന്ന പോലെ ഒരു ആക്ടിങ് കരിയറിലോട്ട് ഫോക്കസ് ചെയ്യണം എന്ന് മനസ്സിലുണ്ടായിരുന്നു, അതോ ഒരു നമ്മുടെ ഈ അൻവറിൽ ഒക്കെ തൊട്ടാണല്ലോ സിനിമയില് ആക്ട് ചെയ്ത് തുടങ്ങുന്നത്? അപ്പോ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോഴാണോ ഒരു ആക്ടറായിട്ട് കരിയർ മുൻപോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു തീരുമാനം വന്നത്, അതോ
ഈ റിയാലിറ്റി ഷോയില് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഞാൻ തീരുമാനിച്ചിട്ടില്ല തീരുമാനിക്കാതെ ഇങ്ങനെ അപ്പൊ തീരുമാനിച്ചിരുന്നെങ്കിലോ? അല്ല, അപ്പൊ ഞാൻ എന്റെ ഒരു പേഴ്സണൽ ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുന്നതാണ്. ആസ് എൻ ആക്ടർ ഐ റിയലി അഡ്മയർ യു. എങ്ങനെ അപ്പം ഇതിന് വേണ്ടിയിട്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞു ആക്ടിങ് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, എന്നല്ല, അതിനായിട്ട് വന്നതല്ല. നമ്മള് ഒരു ആക്ടർ ആകണമെന്ന് തീരുമാനിക്കുന്ന ഒരാൾ ആദ്യം എന്താ ചെയ്യാ? നമ്മളൊരു പോർട്ട്ഫോളിയോ പരിപാടി ഉണ്ടാക്കും, അഭിനയിക്കുന്ന റീലുകൾ ഉണ്ടാക്കും, നമ്മൾ ഓഡീഷൻസ് അറ്റൻഡ് ചെയ്യും. എനിക്ക് ഇങ്ങനെ ഒരു പ്രോസസ്സിലേക്ക് പോകേണ്ടി വന്നിട്ടില്ല, അത് ദൈവസഹായം എനിക്ക് വന്നിട്ടില്ല. പക്ഷെ എന്ന് വെച്ച് ഞാൻ ഇതെനിക്ക് ഭയങ്കര വിദൂരമായ സംഭവമായിട്ടാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. എനിക്ക് ചെയ്യാൻ മാക്സിമം എനിക്ക് പറ്റുന്ന എനിക്ക് തോന്നിയത്, എനിക്ക് ഇപ്പൊ ഈ അന്നേ റസൂല് ചെയ്യുന്നത് 12th സ്റ്റാൻഡേർഡിലാണ്. അപ്പൊ എനിക്ക് തോന്നി അതും ഈ ചെറിയ പരിപാടിയായിട്ടാണല്ലോ വന്നേക്കണം. അപ്പൊ നമുക്കൊരു കരിയർ പാത്തായിട്ടൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ അതിന് മുമ്പായിട്ട് തന്നെ ക്യാമറ വർക്ക് ഇൻട്രസ്റ്റഡ് ആണ്. അപ്പൊ എനിക്ക് രാജീവ് സാറായിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പൊ മേ ബി എനിക്കൊരു അസിസ്റ്റന്റ് ക്യാമറമാനായിട്ട് കയറാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് എന്റെ തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഷോർട്ട് ഫിലിംസ് ചെയ്യണം, ഷൂട്ട് ചെയ്യണം, എന്റെ ഫ്രണ്ട്സിനെ വെച്ച് ഷൂട്ട് ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള പരിപാടി ബന്ധപ്പെട്ട് തന്നെ ആക്ടിങ് അതൊരു ഭയങ്കര അത്ഭുതമായി സംഭവിച്ചു. ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. പൊതുവെ ഇപ്പൊ ഒരു ക്യാരക്ടർ കിട്ടുമ്പോൾ ഇപ്പൊ ഷെയ്ന്റെ ക്യാരക്ടേഴ്സ് എടുത്ത് നോക്കി അറിയാം, ഷെയ്ൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സിനൊക്കെ ഒരു ചാമും ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ കഥ കേൾക്കുമ്പോൾ തന്നെ ഉള്ളിൽ അത് ഇങ്ങനെ കൺസീവ് ചെയ്യോ? പിന്നെ അത് മറ്റേ ഈ മെത്തേഡ് ആക്ടിങ് അല്ലാതെ മറ്റേ എന്താ പറയാ, വളരെ മറ്റേ ഉള്ളിൽ സത്യം പറഞ്ഞ പ്രത്യേകിച്ച് പ്രോസസ് ഒന്നും ഇല്ല ബ്രോ, പ്രത്യേകിച്ചില്ല. അതായത് ഇപ്പൊ നമ്മൾ ചിലവര് പറയും ക്യാരക്ടറിനെ കുറിച്ച് തോന്നുന്നതെല്ലാം ഒരു നോട്ട്ബുക്കിൽ എഴുതുന്നു, അല്ലെങ്കിൽ അതിനെ നമ്മൾ പിന്നെയും വായിക്കുന്നു, സ്ക്രിപ്റ്റ് 4 തവണ ബാക്ക് സ്റ്റോറി പഠിക്കുന്നു, അയാൾ ഇങ്ങനെ ആയിരിക്കും. ഇതിനെ ഞാൻ ഒരു പ്രോസസ് ആയിട്ടല്ല ചെയ്യുന്നത്. ഇത് എനിക്കൊരു ക്യാരക്ടർ ചെയ്യാനായി ഇപ്പൊ എനിക്ക് അത് തുടങ്ങാനായിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയാതെ തന്നെ എന്റെ ഒരു സ്വഭാവത്തിലും ഇതിലെല്ലാം പതുക്കെ ആ ഒരാള് വന്ന പോലെ തന്നെ അതിനെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നില്ല. അതായത് എന്നിലേക്കാണ് അയാൾ എത്തണം. കാര്യം എനിക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് വേറൊരാളുടെ നിന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ലുക്ക് ലൈക്ക് മിമിക്രി. വേറൊരാളെ പോലെ നമ്മൾ ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് അത് ഇമിറ്റേഷൻ ആവുള്ളൂ. അവിടെ പോയി നിന്നിട്ട് ആ ഒരു അവസ്ഥയും കൂടെ മാനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ മേ ബി ചിലപ്പോ ആ ഡയറക്ടർ ആ ഡയലോഗ് അങ്ങോട്ട് വേറെ ആക്കള്. അപ്പൊ ഞാൻ എന്നുള്ളൊരു സിറ്റുവേഷൻ വരരുത്. സോ ബൈ എക്സ്പീരിയൻസ് എനിക്ക് തോന്നി അങ്ങനെ ഒരു ഭയങ്കര റിജിഡായ പ്രോസസ്സ് പാടില്ല എന്ന് തോന്നി. നമുക്കൊരു ഡയറക്ടറിന് പറ്റുന്ന ഒരു ക്ലേ പോലെ നിന്ന് കൊടുക്കാൻ പറ്റും, അയാൾക്ക് നമ്മളെ മോൾഡ് ചെയ്യാൻ പറ്റണം. ആ യാത്രയിലൂടെ നമ്മൾക്ക് ആ കഥാപാത്രത്തിലൂടെ വളരാൻ പറ്റണം എന്നുള്ള ഒരു പ്രോസസ്. ഇതിപ്പോ നമ്മള് സീരിയസ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സീരിയസ് ചോദ്യം തുടങ്ങി. ഞാൻ ഇവിടെ കുറെ കുസൃതി ചോദ്യം. പോലീസുകാർ, അതിന്റെ ആദ്യത്തെ ചോദ്യം, പോലീസുകാർ ഒറ്റക്കാലിൽ നിൽക്കുന്നത് എപ്പോൾ? അന്നത്തെ കുഞ്ഞു ഷെയ്നായിട്ട് ചിന്തിച്ചാ മതി. അതെ, ഇല്ല, അന്നത്തെ കുഞ്ഞ് എനിക്ക് അവരുടെ അങ്ങനത്തെ തലച്ചോറ് പ്രവർത്തിക്കേ വേണ്ട. പോലീസുകാര് ഒറ്റക്കാലിൽ നിൽക്കുന്നത് എപ്പോൾ? ഇവിടെ രണ്ടു കാലം ഉണ്ടല്ലോ. എപ്പോഴായിരിക്കും? പോലീസുകാരെന്നല്ല, നമ്മൾ പൊതുവെ മനുഷ്യന്മാർ ഒറ്റക്കാലിൽ നിൽക്കുന്നത് എപ്പോഴാ? പാന്റ് ഇടുമ്പോ. നിന്നോടാണോ ചോദിച്ചത്? ദുരന്തോ എക്സ്പ്രസ് ഉണ്ടായിരുന്ന ആണോ? ശരിയാണോ? നിങ്ങള് പോലീസുകാരെന്ന് പറഞ്ഞതിന് ചതിച്ചതാണ്. അടുത്ത ചോദ്യം. അല്ല, ചോദ്യം ഹെൽപ്പ് ചെയ്യരുത് കേട്ടോ. അതെന്തത്? 5. ഏത്, യെല്ലോ വേണോ ഗ്രീൻ വേണോ? മടുത്തിരിക്കുന്നു. ഇഷ്ടം പോലെ കളിക്കാം. 4 ഞങ്ങൾ പുറകെ തന്നെ ഉണ്ട്. ഓക്കെ, ശരി. ഒരു മീനിനെ പിടിച്ചേ കരക്കിട്ടാൽ എന്തു പറ്റും? വെറും കുസൃതി, അന്നത്തെ ബുദ്ധി. കരയിലിട്ടാൽ എന്തു പറ്റും? നീ മിണ്ടരുത് കേട്ടോ. അയ്യോ, നമുക്ക് അങ്ങനെ ഇമോഷണൽ ഉത്തരം വേണ്ട. മീനിനെ പൊതുവെ പിടിച്ച് കരയിലിട്ടപ്പോ എന്താ പറ്റാ? ആദ്യം എന്താ പറ്റാ? ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ലേ. ആദ്യം എന്താ പറ്റാ? ഞാൻ നിനക്ക് അയച്ചു തരട്ടെ ഇപ്പൊ വാട്സാപ്പില്, വായിച്ചിട്ട് ചോദിക്കുന്നു. ഈ മീനിനെ സാധാരണ പൊതുവെ നമ്മൾ മീനിനെ പിടിച്ച് കരയിലിട്ടപ്പോ എന്താ പറ്റാ? ആദ്യം എന്ത് പറ്റും?
ബുദ്ധിപരമായി ചിന്തിക്കുക വേണ്ട, കലക്കുക. പടയ്ക്കും ഇടയ്ക്കൊന്നുമില്ല. എന്താ പറ്റുകയെന്ന്, മീനിന് എന്താ പറ്റാന്നോ? ശ്വാസം എന്താ പറ്റുക? ആർക്കും ഒന്നും പറ്റില്ല. മീനൊരു സാധനം പറ്റും. മീനിനാണോ പറ്റണത്? ആ പറയട്ടെ, തോറ്റോ? തോറ്റു. മണ്ണ് പറ്റും. അപ്പൊ കരയില് മണ്ണില്ലെങ്കിലോ? അത് കരയുള്ള മണ്ണിലാ ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെ തിരിച്ചു ചോദ്യം ചോദിക്കല്ലേ. കളിച്ചോളൂ. അടുത്ത ബ്രില്യൻ ചോദ്യം. 3 1 3. ഇത് കുറച്ച് കുഴപ്പിക്കും. 6. ഞങ്ങൾ മുമ്പേ പോയി കേട്ടോ. വധൂവരന്മാർ ആദ്യമായി കഴിക്കുന്നത് എന്താണ്? പാലും പഴമൊന്നും പറയരുത്, അതല്ല കേട്ടോ. വധൂവരന്മാർ ആദ്യമായി കഴിക്കുന്നത് എന്താണ്? വധുവരന്മാരെ ആദ്യമായിട്ട് കഴിക്കുന്ന ജീവിതത്തിൽ ആദ്യമായിട്ട് കഴിക്കുന്നതല്ലേ? അത് മുലപ്പാലായിരിക്കില്ലേ? അതല്ല, അത്രയും ചിന്തിക്കണം, അത്രയും ആദ്യം ആവണ്ട. വധൂവരന്മാർ ആദ്യമായി കഴിക്കുന്നത് ഞാൻ അങ്ങനെ ചിന്തിക്കണം. അല്ലല്ല, ജനറൽ ആയിട്ട് ചിന്തിക്കണം. അല്ലല്ല, ഇത് ഞാൻ നേരത്തെ അത് ചോദിച്ചപ്പോഴാ പിന്നെ ഞാൻ ആലോചിച്ചു, പോലീസുകാർ മാത്രമല്ലല്ലോ. വധൂവരന്മാർ, പൊതുവെ വധൂവരന്മാർ ആദ്യമായി കഴിക്കുന്നത് എന്താ? കല്യാണം കഴിഞ്ഞതിന് ശേഷം. You said it. എല്ലോ പറഞ്ഞു. കല്യാണത്തിന് മുമ്പ് എന്താ? കല്യാണത്തിന് മുമ്പ് ഒന്നും കഴിക്കുന്നില്ല. അപ്പൊ കല്യാണം കഴിഞ്ഞ ആദ്യമായിട്ട് കഴിക്കുന്ന എന്തായിരിക്കും? കല്യാണം. കല്യാണം കഴിക്കുമ്പോഴല്ലേ ഒരു വധൂവരന്മാരാവുന്നത്? എന്റെ ചോദ്യം ഇതൊക്കെ എന്ത്? അല്ല എന്റെ ഇനി മികച്ചൊരു ഇത് കണ്ടിട്ട് അടിക്കും. 3. പിറകിൽ നിന്ന് ആരെങ്കിലും വിളിച്ചാൽ തിരിഞ്ഞു നോക്കുന്നത് എന്തുകൊണ്ട്? അത് കേൾക്കണത് കൊണ്ടല്ലേ? കേൾക്കണതുകൊണ്ടാണ്, പക്ഷെ വേറൊരു റീസൺ ഉണ്ട്. നമ്മൾ തിരിഞ്ഞു നോക്കാനൊരു റീസൺ ഉണ്ട്. കേൾക്കുമ്പോഴാണ് നമ്മള് അത് വിളിക്കുന്ന ആൾ പുറകിലായതുകൊണ്ട്. പുറകിലായതുകൊണ്ടാണ്. പക്ഷെ അതെന്തിനാ നമ്മൾ തിരിഞ്ഞു നോക്കുന്നേ? എന്തിനാണ്? അതല്ലേ പറഞ്ഞ കേൾക്കണതുകൊണ്ട്. അങ്ങനെയല്ലത്, കറക്റ്റാ കേൾക്കുന്നത് കൊണ്ട്. പക്ഷെ തിരിഞ്ഞു നോക്കാനൊരു റീസൺ ഉണ്ടാവുമല്ലോ. നമുക്കൊരു കുറവുള്ളത് കൊണ്ടാണ് നമ്മളത് തിരിഞ്ഞു നോക്കുന്നത്. കാരണം ബാക്കിൽ കണ്ടില്ലാത്ത. അടിപൊളി. ഇതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഡാൻസ് കളിക്കുന്ന ഇടവേളകൾ ആനന്ദകരമാക്കാൻ 2 3. അയ്യോ, ഡാൻസ് കളിച്ച് ഇത്ര നേരം ക്ഷീണമല്ലായിരുന്നോ? അപ്പൊ ഞങ്ങളൊന്ന് ചില്ലിപ്പിക്കാന്ന് വെച്ചു. നമ്മൾ ഏണിയുടെ അവിടെ നിന്ന് എത്തും. അതെ. എല്ലാവർക്കും വിളമ്പി നൽകുകയും സ്വയം ഒന്നും കഴിക്കാതിരിക്കുകയും ചെയ്യുന്നത് ആരാണ്? ഒന്നും കഴിക്കില്ല, പക്ഷെ എല്ലാവർക്കും വിളമ്പി നൽകും. വിളമ്പി നൽകും എന്ത്? എന്തെങ്കിലുമൊക്കെ. സ്വയം കഴിക്കില്ല. സാമ്പാർ ഒക്കെ, കഞ്ഞി സാമ്പാറും ഒക്കെ വിളമ്പും. അല്ല, ഫുഡ് ഐറ്റംസ് ഒക്കെ വിളമ്പും. ഇങ്ങനെയൊക്കെ ഉത്തരങ്ങളൊക്കെ. ഉത്തരം പറയുമ്പോൾ ഉള്ളിലൊരു ചമ്മല. പറഞ്ഞല്ലോ എന്റെ ഒരു അവസ്ഥ. അതൊക്കെ അതെ, എന്റർടൈൻമെന്റ് വാച്ച് അല്ലേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ എന്റർടൈൻമെന്റ് വേണ്ടേ? 1 2 3 4 5. എടാ ഏണിയുടെ അവിടെ ആരും എത്തണല്ലോടാ. 3 4 1 2 3 4. നമ്മൾ ഏണിയിലെത്തി 38. അയ്യേ, നിങ്ങൾ 4 അല്ലേ? 4. ഞങ്ങള് നേരത്തെ മുമ്പിലായിരുന്നോണ്ടേ 4. ഒരുമിച്ചായി. ഇത് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു സാധനമാണ്. അങ്ങനല്ല, അയ്യോ അങ്ങനെ ചിന്തിക്കണ്ട കേട്ടോ. നിങ്ങളുടെ മുന്നിലുണ്ട്, എന്നാൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. എന്താ? നമ്മുടെ മുന്നിൽ അതുണ്ട്, പക്ഷെ നമുക്കത് കാണാൻ പറ്റൂല. മുന്നിലുണ്ട്. അത് കൺപീലി. അതിന്റെയൊക്കെ ചുമ്മാ ഒരു ഇതുണ്ട്, നമുക്കുണ്ടല്ലോ ചെറിയൊരു ഇതുണ്ട്. നമ്മുടെ മുന്നിലാണ്, ശരീരത്തിലല്ല, നമ്മുടെ മുന്നിൽ. നമ്മുടെ മുന്നിലുണ്ട് ഉണ്ട്, പക്ഷെ നമുക്കത് കാണാൻ പറ്റില്ല. വെരി നെക്സ്റ്റ് മൊമെന്റ് ഒക്കെ ഉണ്ട്. അത് എയറോ? അല്ല. ഓക്സിജൻ? ഇല്ല, അതൊക്കെ നമ്മുടെ ചുറ്റുമല്ലേ. ഇത് നമ്മുടെ മുന്നിലാണ്. ഞാൻ അയച്ചിട്ടുണ്ട്, നീ വെറുതെ ഒന്ന് നോക്കി നോക്ക്. അതൊക്കെ ഇത് ഇങ്ങനെ ചുറ്റും, ഇതിങ്ങനെ നേരെ മുമ്പില്, അടുത്ത സെക്കൻഡിലും ഉണ്ടത്. എല്ലാ മൊമെന്റിലും അതുണ്ട്. ശബ്ദം? അത് മുമ്പിലല്ലല്ലോ. ചിലപ്പോ നേരത്തെ പറഞ്ഞ പോലെ പിന്നീന്നൊക്കെ കേട്ടൂടെ. മുന്നിലേ ഉള്ള സാധനം കഴിഞ്ഞു പോയാ പിന്നെ അത് വേറെന്തെങ്കിലും ആയി പോകും. അതുകൊണ്ട് ഇത് മുന്നിലാണ്. എന്റെ ക്ലൂ കാണാൻ പറ്റില്ല. സാധനമാണ്. അതെ, ഇനി വരാൻ പോകും സമയം. അല്ല, അത് തെളിയണം. നമ്മൾ പറയില്ല, അത് തെളിയണം, എന്നാ രക്ഷപ്പെടും.
സമയം ടൈമായിട്ട് റിലേറ്റഡ് ആണ്. കഴിഞ്ഞു പോയ സമയത്തിന് എന്താ പറയാ? കഴിഞ്ഞു പോയ സമയത്തിന് നമ്മൾ എന്താ പറയാ? കഴിഞ്ഞു പോയ സമയം എന്ന് പറയും അല്ല, ഇംഗ്ലീഷിൽ എന്ത് പറയും? പാസ്റ്റ്. പാസ്റ്റ്. ഇപ്പൊ നടക്കുന്നത് പ്രസന്റ്. പ്രസന്റ്. അപ്പൊ Future. മുന്നിലുള്ളത് ഫ്യൂച്ചർ Said it. future അതെ. എന്നൊക്കെ പറയും. നമ്മുടെ ഭാവി. ഇരിക്കാൻ പാടില്ല. അല്ല, നമുക്ക് ആ, കാണാൻ അതെ, അതെ, പറ്റില്ലല്ലോ. അതെ, പക്ഷെ അതെ, നമ്മുടെ അതെ. പാസ്റ്റ് നമുക്ക് കാണാം. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. ഏത്? എന്നാ കളിച്ചോ. നിങ്ങൾ എന്തൊക്കെ പറയും? ഞങ്ങൾ അപ്പൊ ഇതാ നമുക്കിനി ഒരു- ഉദ്ദേശിച്ചത്. ഒന്ന് ഒരു കാര്യമില്ല. ഓ മൈ ഗോഡ്. ഓ ഇപ്പൊ ട്രസ്റ്റ് ആയി. 1 4 നാല്. 1 2 3 4. പാമ്പിന്റെ വാലിന്റെ അറ്റത്ത്. അല്ല, വേറെ കാര്യം ചോദിക്കട്ടെ. ഷെയ്ൻ ഇപ്പോ ചെറുപ്പകാലം തൊട്ട് ഇപ്പൊ എന്തായാലും ഒരു സിനിമ മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെയാണല്ലോ ജീവിച്ചു വന്നിട്ടുള്ളത്. അപ്പോ ആ ടൈമില് ഇപ്പൊ നമ്മൾ വിചാരിക്കില്ലേ, ഓക്കെ ഇത് എന്റെ ലൈഫിൽ സംഭവിക്കണം, അല്ലെങ്കിൽ ഇന്നത് എന്റെ ലൈഫിൽ അച്ചീവ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഒരു അന്ന് കണ്ട സ്കൂൾ ഡേയ്സിലുള്ള ഷെയ്ൻ വിചാരിച്ചിട്ടുള്ള, ഇപ്പൊ ചിലപ്പോ മേ ബി ഡാൻസർ എന്തെങ്കിലും ഒരു വലിയ വേദിയിൽ എന്റെ ഒരു വലിയ പെർഫോമൻസ് കാണണം എന്നായിരിക്കാം, അല്ലെങ്കിൽ ഇന്ന ഒരു സിനിമയ്ക്ക് എനിക്ക് മീൻസ് ഒരു അവാർഡ് കിട്ടണം എന്നായിരിക്കാം, അല്ലെങ്കിൽ ഒരു മനസ്സിലായി മനസ്സിലായി. കൂടുതൽ അല്ല, explain ഞാനിങ്ങനെ ചെയ്യണ്ടാവും. ഉദാഹരണങ്ങൾ കൊടുത്ത് ഇങ്ങനെ മനസ്സിലായി. ചെക്ക് ചെയ്യാ ഞാൻ. എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു മൊമെന്റ് ആ ടൈമിൽ കണ്ടിട്ടുള്ളത്. ഇപ്പൊ വലുതായപ്പോ ആ, നമ്മൾ മനസ്സിലായി. എന്താ വേറെ പല കാര്യങ്ങളായിരുന്നു. ചെറുതായിരുന്നപ്പോഴും ഇപ്പൊ പറഞ്ഞല്ലോ. എനിക്ക് ഇപ്പോ ക്രിയേറ്റീവ് ഇൻ ദ സെൻസ് ഞാൻ ഷോർട്ട് ഫിലിംസ് ചെറുപ്പത്തിലും ചെയ്തിട്ടുണ്ട് കൂട്ടുകാർ വെച്ച്, വളരെ അമച്വർ ആയിട്ടുള്ള അന്നത്തെ ഡിജിറ്റൽ ക്യാമറ ഒക്കെ വെച്ചിട്ടുള്ളത്. അപ്പൊ എന്തെങ്കിലും ഇപ്പൊ ഈ പറഞ്ഞ എനിക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ്, അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെയാണ് ആഗ്രഹങ്ങളും. ആ പ്രോസസ്സ് ഇഷ്ടമാണ്. അതായത് ഇപ്പൊ അതേപോലെ ഡാൻസും സംഭവങ്ങളൊക്കെ ഇഷ്ടമാണ്. അത് കവിഞ്ഞ് അല്ലെങ്കിൽ അതിനെപ്പറ്റി അതിലിങ്ങനെ ആവണം അങ്ങനെ ആവണം എന്നൊന്നും ചിന്തിച്ചിട്ടില്ല. ഇല്ലാന്നുള്ളത് എനിക്ക് എന്തൊരു ഈ ഓൺലൈനിൽ കിട്ടും. ക്രിയേറ്റീവ് ആയിട്ടുള്ള മേഖലയിൽ തന്നെ എനിക്ക് ലൈഫ് പോണം എന്ന് ആഗ്രഹിച്ചു. യെസ്, കറക്റ്റ്. അങ്ങനെ തോന്നിയിട്ടുണ്ട്, അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. അതിപ്പോ അത് ഇങ്ങനെ നടക്കുന്നു. ആക്ടിങ് എന്ന രീതിയിൽ ഇപ്പൊ നടക്കുന്നു. നടക്കും. അങ്ങനെ പറഞ്ഞു സമയം പോയതറിഞ്ഞില്ല. ഞങ്ങൾക്ക് ഈ ഇന്റർവ്യൂ തരുന്നതിന് മുമ്പ് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ഞങ്ങളുടെ ഈ ഇന്റർവ്യൂ വെച്ച് ഞങ്ങളെ വിലയിരുത്തരുത് ദൈവത്തെ ഓർത്ത്. ഞങ്ങൾ ശരിക്കും ഇങ്ങനെ അല്ല, ഞങ്ങൾ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ഉള്ള ആളുകളാണ്. പക്ഷെ ഇത് എന്റർടൈൻമെന്റ് അവാർഡ് ആയതുകൊണ്ട് നേരത്തെ അറിയാം എന്നെ, അതുകൊണ്ട് നേരത്തെ തന്നെ എന്റെ ക്യാരക്ടറിനെ പറ്റിട്ടൊരു അയ്യോ ഇവനെ പോലെ അല്ല കേട്ടോ, ഞാൻ ഒറ്റയ്ക്ക് ജാമ്യം എടുത്തോളാം. അങ്ങനല്ല, നമ്മൾ കുറച്ചുകൂടെ ഇച്ചിരി കൂടെ ഉണ്ട് നമ്മള്. പക്ഷെ അത് ഇവിടെ എന്റർടൈൻമെന്റ് അവാർഡ്സ് ആയതുകൊണ്ട് കുറച്ച് കുസൃതി എന്റർടൈൻമെന്റ് കാണുന്നുണ്ട്. കൂട്ടിയതാ. അങ്ങനെ കണ്ടാൽ മതി അതിന്. എന്തായാലും താങ്ക് യു സോ മച്ച്. അതെ, ഇറ്റ് വാസ് എ ഫൺ ചാറ്റ്. താങ്ക് യു. ഞങ്ങള് കുസൃതി ചോദ്യമൊക്കെ ചോദിച്ചപ്പോഴാണെങ്കിലും നല്ല രസമുണ്ടായിരുന്നു. അത് നല്ല നൈസായിട്ട് ഹാൻഡിൽ ചെയ്തു. എന്തായാലും താങ്ക് യു സോ മച്ച്. എന്തായാലും ഡാൻസ് പ്രാക്ടീസ് ഒക്കെ തകൃതിയായിട്ട് നടക്കട്ടെ. ഓക്കെ, ബൈ. അപ്പൊ ബൈ ബൈ.